വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി-ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി-ഫാം ഫസ്റ്റ് സെമസ്റ്റർ ഫാർമസ്യൂട്ടിക്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോളിഡ് ഡോസേജ് ഫോം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡോസേജ് ഫോംസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലിക്വിഡ് ഡോസേജ് ഫോമും അതുപോലെ സെമി സോളിഡ് ഡോസേജ് ഫോംസും ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ലിക്വിഡ് ഡോസേജ് ഫോം നോക്കാം. ലിക്വിഡ് ഡോസേജ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ, പാരന്റൽ അതുപോലെ എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസും ഉണ്ട്, ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം. ഈ മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻസ് ആയിരിക്കും. ഈ സൊല്യൂഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുക. ഓക്കെ, കോമ്പണൻറ്റ് പ്രസൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ആണ് സൊല്യൂട്ട്. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കേസിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പണൻസിനെ നമ്മൾ സോൾവെൻ്റ് എന്നും സ്മോൾ ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പണൻസിനെ നമ്മൾ സൊല്യൂട്ട് എന്നും പറയുന്നുണ്ട്. മെയിൻലി നമ്മൾ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ യൂസ് എന്താണ്, ഇന്റേണൽ യൂസിനുണ്ട് എക്സ്റ്റേണൽ യൂസിനുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ യൂസിൻ്റെ കേസിൽ സിറപ്പ്, എലിക്സർ, ലിങ്ചസ്, ഡ്രോപ്സ്. എക്സ്റ്റേണൽ യൂസിന് ലിക്വിഡ് ടു ബി അപ്ലൈഡ് ടു ദ സ്കിൻ, ലിനിമെന്റ് ലോഷൻ. ലിക്വിഡ് മെൻ ഫോർ ബോഡി കാവിറ്റീസ്, ഗാർഗിൾ, മൗത്ത് വാഷ്, ഐ ഡ്രോപ്സ്, ഐ ലോഷൻ, ഇയർ ഡ്രോപ്സ്, നേസൽ ഡ്രോപ്സ്, സ്പ്രേ ഇൻഹലേഷൻസ്. ഇത്രയാണ് നമുക്ക് മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസിൻ്റെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് സിറപ്പ്. സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സുക്രോസിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് ഇൻ പ്യൂരിഫൈഡ് വാട്ടർ. അതായത് സുക്രോസ് നമ്മൾ വാട്ടറിൽ വെച്ചിട്ടൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മേക്ക് ചെയ്തതാണ് സിമ്പിൾ സിറപ്പ് എന്ന് പറയുന്നത്. അതിൽ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 66% വെയിറ്റ് ബൈ വെയിറ്റ് ആണ് സിമ്പിൾ സിറപ്പിൻ്റെ കേസിൽ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ വരിക. ഈ സിറപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്വീറ്റ് ആണ്, നമുക്കറിയാമല്ലേ സിറപ്പ് സ്വീറ്റ് ആണ്, വിസ്കസ് ആണ്, കുറച്ച് കട്ടി പോലെ വിസ്കസ് പ്രിപ്പറേഷൻ ആണ്. ഇനി രണ്ട് ടൈപ്പ് സിറപ്സ് ഉണ്ട്, മെഡിക്കേറ്റഡ് സിറപ്സും ഉണ്ട്, ഫ്ലേവേർഡ് സിറപ്സ് ഉണ്ട്. മെഡിക്കേറ്റഡ് സിറപ്സിൽ മെഡിസിനൽ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഫ്ലേവേർഡ് സിറപ്സിൽ എന്താ ഫ്ലേവേർഡ് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ യൂസും അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷനെ റിട്ടാർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ, മെനി വെജിറ്റബിൾ സബ്സ്റ്റൻസസിൻ്റെ ഡീകമ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഈ സിറപ്പിന് ഹൈ ഓസ്മോട്ടിക് പ്രഷറാണുള്ളത്, അത് ബാക്ടീരിയ, ഫംഗൈ, മോൾസിൻ്റെ ഒക്കെ ഗ്രോത്തിനെ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡീകമ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഷുഗറിൻ്റെ സ്വീറ്റ്നെസ് ഉള്ളത് കാരണം പാലറ്റബിൾ ആയിരിക്കും, നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതാണ് സിറപ്പ്. അടുത്തത് എലിക്സേഴ്സ് ആണ്. എലിക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതന്നെയാണ്, സ്വീറ്റ് ആരോമാറ്റിക് പ്രിപ്പറേഷൻസ് ആണ്, യൂഷ്വലി കളേർഡ് ആയിരിക്കും എലിക്സേഴ്സ്. അതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ, 4 to 40% ആൽക്കഹോളും, വാട്ടർ, ഗ്ലിസറിൻ, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, ഫ്ലേവറിംഗ് ഏജൻറ്റ്, സിറപ്പ്, പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ് എലിക്സേഴ്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതുപോലെ മെഡിക്കേറ്റഡ് എലിക്സേഴ്സിലാണെങ്കിൽ വെരി പോട്ടൻറ്റ് ഡ്രഗ്സ് ആണ് കണ്ടെയ്ൻ ചെയ്യുക, ആൻറ്റിബയോട്ടിക്, ആൻറ്റിഹിസ്റ്റമിൻ, സെഡേറ്റീവ്സ് ആണ് എക്സാമ്പിൾ വരുന്നത്. ഫ്ലേവറിംഗ് എലിക്സേഴ്സ് ആണെങ്കിൽ ഫ്ലേവേഴ്സും വെഹിക്കിൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുക, എക്സാമ്പിൾ ആണ് സിമ്പിൾ സിറപ്പ്. അടുത്തത് ലിങ്ചസ് ആണ്. ലിങ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഓറൽ പ്രിപ്പറേഷൻസ് ആണ്, അത് ജനറലി കഫ്, ചുമയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്ചസ് യൂസ് ചെയ്യുന്നത്. അതിൽ മെഡിക്കമെൻറ്റ്സ് എന്തൊക്കെയാണുള്ളത്, ഡിമൾസൻ്റ് ഉണ്ട്, സെഡേറ്റീവ്, എക്സ്പെക്ടോറൻ്റ് ആക്ഷൻസ് ഒക്കെ ഉള്ള മെഡിക്കേഷൻസ് ആണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്മോൾ ഡോസസിലേ കഴിക്കാൻ പാടുള്ളൂ, ജസ്റ്റ് സിപ്പ് ചെയ്യുക, അതേപോലെ സ്വാലോ ചെയ്യുക സ്ലോലി വിത്തൗട്ട് ഡൈലൂട്ടിങ് വിത്ത് വാട്ടർ. ഓക്കെ, നമുക്ക് മാക്സിമം പ്രൊലോങ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്യാതെ ചെറിയ എമൗണ്ട്, ചെറിയ ഡോസസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് സിപ്പ് ചെയ്ത് സ്വാലോ ചെയ്യുകയാണ് ഈ ഒരു ലിങ്ചസ് ചെയ്യേണ്ടത്. ഓക്കെ, മോസ്റ്റ് ലിങ്ചസിലും നമ്മൾ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, സിമ്പിൾ സിറപ്പാണ്. അടുത്തത് ഡ്രോപ്സ് ആണ്. ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണ്, ഓറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഓയിൽ സൊല്യൂബിൾ വൈറ്റമിൻസ് ലൈക്ക് വൈറ്റമിൻ എയും ഡിയും ഒക്കെയാണ് ഡ്രോപ്സിൻ്റെ ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്രോപ്സിൽ പൊട്ടൻറ്റ് മെഡിക്കമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് കാരണം ഡോസ് എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർലി മെഷർ ചെയ്തിട്ട് വേണം ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ലിനിമെൻസ്. ലിനിമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണ്, സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്കിന്നിലോട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്കിന്നിന് എന്ത് ചെയ്യണം, ഫ്രിക്ഷൻ, നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇത് ആൽക്കഹോളിക് സൊല്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ ഓയിലി സൊല്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ എമൽഷൻസ് ആവാം. ഓക്കെ, ആണ് ലിനിമെൻസ്. അടുത്തത് ഈ ചില ലിനിമെൻസിൽ നമ്മൾ അരാച്ചിസ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, സ്കിന്നിൽ ബെറ്റർ സ്പ്രെഡിങ്ങിന് വേണ്ടിയിട്ടാണ്.
അതുപോലെ സോപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഈസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് സ്കിന്നിലോട്ട്. അടുത്തത് ലോഷനാണ്. ലോഷൻ എന്ന് പറയുമ്പോഴും യൂഷ്വലി ആൽക്കഹോളിക് അല്ലെങ്കിൽ ഓയിലി ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണ് ലോഷൻസ്. അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യില്ല, ഫ്രിക്ഷനോ അല്ലെങ്കിൽ റബ്ബിങ്ങോ ഒന്നും ചെയ്യില്ല ലോഷൻ. അപ്പോൾ ലിനിമെൻറ്റും ലോഷനും തമ്മിൽ ഒരു മെയിൻ ഡിഫറൻസ് മനസ്സിലായില്ലേ? രണ്ടും സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. പക്ഷേ ലിനിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ അമർത്തിയിട്ട് ഫ്രിക്ഷൻ കൊടുത്ത് റബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നാൽ ലോഷൻ ആണെങ്കിലോ ജസ്റ്റ് നമ്മൾ ഫ്രിക്ഷനും കൊടുക്കില്ല, റബ്ബ് ചെയ്യില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യാണ് മാത്രം ചെയ്യുന്നത്. അത് എന്തെങ്കിലും കോട്ടനോ അങ്ങനെ വല്ല അബ്സോർബൻ മെറ്റീരിയലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ലോഷൻ അപ്ലൈ ചെയ്യുന്നത്. അത് കൂളിംഗ്, സൂത്തിങ്, അതുപോലെ പ്രൊട്ടക്റ്റീവ്, ആൻറ്റിസെപ്റ്റിക് ആക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഗാർഗിൾസ്. ഗാർഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വ സൊല്യൂഷൻസ് ആണ്. ത്രോട്ട് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലേ ഗാർഗ്ലിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ ത്രോട്ടിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഗിൾസ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കറിയാം എന്താ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യാത്തൊരു കുറവായിരിക്കില്ലേ. അപ്പോൾ ഒരുവിധം എല്ലാവരും ഗാർഗിൾസ് മൗത്ത് വാഷൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഗാർഗിൾസ് യൂഷ്വലി കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതെന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വാം വാട്ടർ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, ത്രോട്ടിലെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഗാർഗിൾ ചെയ്യുമ്പോൾ തൊണ്ടയിൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെള്ളം വെച്ചിരിക്കില്ലേ, അതിനുശേഷം നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് കളയുകയാണ് തുപ്പി കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മുടെ തൊണ്ടയിൽ അത് റിമെയിൻ ചെയ്തിട്ട് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് എന്ത് ചെയ്യും, കോണ്ടാക്റ്റ് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മൗത്ത് നമ്മൾ സ്പിറ്റ് ചെയ്തിട്ട് കളയും അല്ലെങ്കിൽ ത്രോൺ ഔട്ട് ചെയ്യും. ഇത് മൈൽഡ് ത്രോട്ട് ഇൻഫെക്ഷൻസ് എന്നൊക്കെ വരുന്ന സോർനെസ്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫീനോൾ ഗാർഗിളും പൊട്ടാസ്യം ക്ലോറൈഡും ആൻഡ് ഫീനോൾ ഗാർഗിൾ. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് മൗത്ത് വാഷ് ആണ്. മൗത്ത് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അക്വ സൊല്യൂഷൻസ് ആണ്. അതിനൊരു പ്ലസൻറ്റ് ടേസ്റ്റും ഓർഡറൊക്കെ ആയിരിക്കും അല്ലേ. മൗത്ത് വാഷിന് നല്ലൊരു ടേസ്റ്റും ഓർഡറൊക്കെയാണ് ഉണ്ടാവുക. അത് നമ്മുടെ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്തിനെ ക്ലീൻ ചെയ്യാനും ഡീഓഡറൈസ് ചെയ്യാനും മൗത്തിനൊക്കെ ബാഡ് സ്മെല്ലിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത്. അതിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ്, ആൽക്കഹോൾസ്, ഗ്ലിസറിൻ, സ്വീറ്റനിങ് ഏജൻസ്, ഫ്ലേവറിങ് ഏജൻസ്, കളറിങ് ഏജൻസ്. അടുത്തത് ഹോട്ട് പെയിൻറ്റ്സ് ആണ്. ഹോട്ട് പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണ്. മൗത്ത് ആൻഡ് ത്രോട്ട് ഇൻഫെക്ഷൻസിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ ഗ്ലിസറിൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്പ്രേ ആണ്. സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗിനെ നമ്മൾ ഒന്നുകിൽ അക്വസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് അല്ലെങ്കിൽ ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള മീഡിയത്തിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ സ്പ്രേ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് നോസ് അല്ലെങ്കിൽ ത്രോട്ടിലോട്ട് നമ്മളൊരു ആറ്റോമൈസറിൻ്റെ സഹായത്തോടെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ത്രോട്ട് സ്പ്രേ ആണെങ്കിൽ അത് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആറ്റോമൈസർ ഉണ്ട്, അതിനാണ് നമ്മൾ നെബുലൈസർ എന്ന് പറയുക. നെബുലൈസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ത്രോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എക്സാമ്പിളാണ് അഡ്രിനാലിൻ സ്പ്രേ, അട്രോപ്പിൻ സ്പ്രേ. അടുത്തത് ഡൗച്ചസ് ആണ്. ഡൗച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസ് ആണ്. നമ്മുടെ ബോഡി ക്യാവിറ്റീസിനെ റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ വജൈനൽ ക്യാവിറ്റി, ഐസ്, ഇയർ, നീസൽ ക്യാവിറ്റീനെയൊക്കെ ക്ലീൻ ചെയ്യാനും അവിടെയുള്ള ഡിസ്ചാർജുകളെയും അതുപോലെ ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗച്ചസ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് നേസൽ ഡ്രോപ്സ്. നേസൽ ഡ്രോപ്സ് നമുക്കറിയാം, നമ്മൾ ഡ്രോപ്പറിൻ്റെ സഹായത്തോടെ നോസിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നേസൽ ഡ്രോപ്സ്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നോസ് ഇൻഫെക്ഷൻസ്, നേസൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഐ ഡ്രോപ്സ് ആണ്. ഐ ഡ്രോപ്സ് നമ്മൾ നോർമലി കാണുന്നതാണ്. നമ്മൾ ഡ്രോപ്പറിൻ്റെ സഹായത്തോടെ ഐയിലോട്ടാണ് നമ്മുടെ മെഡിക്കമെൻറ്റിനെ ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. അക്വസ് വെഹിക്കിളിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. കണ്ണിലേക്ക് ഒഴിക്കുന്നതല്ല, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഒന്ന് എന്തായിരിക്കണം, സ്റ്റെറൈൽ ആയിരിക്കണം, പിന്നെ ലാക്രിമൽ സെക്രീഷൻസിനോട് ഐസോട്ടോണിക് ആയിരിക്കണം, ബഫേർഡ് ആയിരിക്കണം, ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഇറിറ്റേഷൻസ് കോസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംഭവങ്ങളും അതിൽ പ്രസൻ്റ് ആവാൻ പാടില്ല. അതാണ് ഐ ഡ്രോപ്സ്. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഡോസേജ് ഫോംസിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്, സിറപ്പ് നോക്കിയത്. മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമിൽ നമ്മൾ സിറപ്പ്, എലിക്സേഴ്സ്, ലിങ്ചസ്, ഡ്രോപ്സ്, ലിനിമെൻസ്, ലോഷൻസ്, ഗാർഗിൾസ്, മൗത്ത് വാഷ്, ഹോട്ട് പെയിൻ, സ്പ്രേ, ഡൗച്ചസ്, നേസൽ ഡ്രോപ്സ്, ഐ ഡ്രോപ്സ് ആണ് നോക്കിയത്. അടുത്തത് ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. ബൈഫേസിക് ലിക്വിഡ് ഡോസേജിൽ വരുന്നതാണ് സസ്പെൻഷൻസും എമൽഷൻസും. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ഓഫ് മെഡിക്കമെൻ്റ് ആണ്.
അതിൽ സോളിഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ ലിക്വിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള വെഹിക്കിളിൽ, ലിക്വിഡ് വെഹിക്കിൾ അല്ലെങ്കിൽ സെമി സോളിഡ് വെഹിക്കിൾസിൽ സോളിഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമിൽ. ഇവിടെ സോളിഡ് പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടും ലിക്വിഡ് വെഹിക്കിൾസ് കണ്ടിന്യൂസ് ഫേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓറലി ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പാരൻട്രൽ റൂട്ട് വഴി, അതായത് ഇഞ്ചെക്ഷൻസ് ഒക്കെ വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും സസ്പെൻഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതാണ് എമൽഷൻ. എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. അതിൽ 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഉണ്ട്. ഇമ്മിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും അത് തനിയെ മിക്സ് ആവാത്ത 2 ലിക്വിഡ്സ്, അതായത് ഇപ്പോൾ വാട്ടറും അതുപോലെ ഓയിലും. വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് 2 മിക്സായി കിടക്കില്ലല്ലോ, രണ്ട് രീതിക്ക് 2 ലെയർ ആയിട്ടാണ് കാണാം അല്ലേ. വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു എണ്ണയുടെ ഒരു ലെയർ പോലെ അങ്ങനെ കാണും. അതുപോലത്തെ 2 ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, അതിലൊന്ന് വേറൊന്നിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. അതെന്താ, അവിടെ എന്തിൻ്റെ സഹായത്തോടെയാണ്, നമ്മളൊരു എമൽസിഫയറിൻ്റെ സഹായത്തോടെയാണ് ഇതിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഈ ലിക്വിഡിനെ മൈന്യൂട്ട് ഗ്ലോബ്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഗ്ലോബ്യൂൾസ് എന്തിലാണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത് അതാണ് കണ്ടിന്യൂസ് ഫേസ്. ഓക്കെ, ഈ ഇമ്മിസിബിൾ ലിക്വിഡ്സ് അധികം നേരം എന്താണ് ഇങ്ങനെ, ചിലപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ വെള്ളം എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ആയ പോലെ നമുക്ക് തോന്നും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് 2 ലെയറായിട്ട് മാറും. അതുപോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊരു എമൽസിഫയിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടൈപ്പ് എമൽഷൻസ് ആണുള്ളത്. ഓയിൽ ഇൻ വാട്ടർ എമൽഷനും ഉണ്ട്, വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസും ഉണ്ട്. അടുത്തത് സെമി സോളിഡ് ഡോസേജ് ഫോംസ് ആണ്. അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. സപ്പോസിറ്ററീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് ഓയിൻമെൻ്റ് ആണ്. ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നോർമലി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ്. സ്കിന്നിലോട്ടോ മ്യൂക്കസ് മെംബ്രെയിനിലോട്ടോ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നോ അതിൽ കൂടുതലോ മെഡിക്കമെൻറ്റ്സ് ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എമൽസിഫൈ ചെയ്തിട്ടുണ്ട് ഓയിൻമെൻറ്റ് ബേസിൽ. അതിലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഓഫ്താൽമിക് ഓയിൻമെൻറ്റ്സ് ഉണ്ടല്ലേ, കണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫ്താൽമിക് ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പ്രസൻ്റ് ആണെന്ന് പറയാൻ പോകുന്നത് ഉണ്ട്. ഓക്കെ, ക്രീംസ് എന്ന് പറയുമ്പോൾ എന്താണ്, വിസ്കസ് സെമി സോളിഡ് എമൽഷൻസ് ആണ്, എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടാണ്. 2 ടൈപ്പ് ക്രീംസ് ഉണ്ട്, അക്വസ് ക്രീംസും ഉണ്ട്, ഓയിലി ക്രീംസും ഉണ്ട്. ഈ അക്വസ് ക്രീംസിൻ്റെ കേസിൽ എമൽസിഫയിങ് ഏജൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആനയോണിക്, കാറ്റയോണിക്, നോൺ അയണിക് വാക്സസ് ആണ്. അടുത്തത് പേസ്റ്റ് ആണ്. പേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, സ്കിന്നിലോട്ട് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, സിങ്ക് ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, സ്റ്റാർച്ച് ഒക്കെ ആഡ് ചെയ്യും. ഇത് ആ പേസ്റ്റിനെ തിക്ക് ആൻഡ് സ്റ്റിഫ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ ഓയിൻമെൻറ്റ്സിൻ്റെ അത്ര എന്താണ്, ഗ്രീസി അല്ല, ഒരു വഴുവഴുപ്പ് അത്രത്തോളം ഓയിൻമെൻറ്റ്സിൻ്റെ അത്ര ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിഫ്നെസ് തന്നെയാണ് അതിനെ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജെല്ലിയാണ്. ജെല്ലി എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, ട്രാൻസ്ലൂസൻ്റ് ആണ്, നോൺ ഗ്രീസി, സെമി സോളിഡ് പ്രിപ്പറേഷൻസ് ആണ്. എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടാണ്, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കത്തേർട്ട്, സർജിക്കൽ ഗ്ലൗസ്, റെക്ടൽ തെർമോമീറ്റേഴ്സിനൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിക്വിഡ് ഡോസേജ് ഫോമും സെമി സോളിഡ് ഡോസേജ് ഫോമും. സെമി സോളിഡ് ഡോസേജ് ഫോമിൽ നമ്മൾ ഓയിൻമെൻറ്റ്സ്, ക്രീം, അതുപോലെ പേസ്റ്റ്, ജെല്ലിയാണ് നമ്മൾ നോക്കിയത്. ലിക്വിഡ് ഡോസേജ് ഫോംസിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഡോസേജ് ഫോംസിൽ പഠിക്കാനുള്ളത്. നമ്മളിത് 2 പാർട്ടായിട്ടാണ് ഇട്ടത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഡോസേജ് ഫോമിൻ്റെ ഇൻട്രൊഡക്ഷനും ക്ലാസിഫിക്കേഷനും, അത് തന്നെ സോളിഡ് ഡോസേജ് ഫോംസിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നോക്കി. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 2-ൽ നമ്മൾ ലിക്വിഡ് ഡോസേജ് ഫോമും സെമി സോളിഡ് ഡോസേജ് ഫോമും ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. Until then, happy learning.